നമസ്കാരം. രാജസ്ഥാനിലെ ശ്രീഗംഗാ നഗറിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള ഹംസഫർ എക്സ്പ്രസിന്റെ 3ാമത്തെ ഭാഗമാണിത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ട്രെയിനിലെ 3ാമത്തെ ദിവസം കൂടിയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ രാവിലെ 6:10 എത്തേണ്ട ട്രെയിൻ എത്തിയത് 6:20 വലിയ ലേറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ 2ാമത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കേണ്ടായി പൂനെന്ന് വിടുന്ന സമയത്ത് ഈ ട്രെയിനിന്റെ ലോക്കോന്റെ കാര്യത്തെ കുറിച്ച്. ആദ്യം നമുക്ക് അത് പോയി നോക്കാം, കാരണം ലോക്കോ എന്താണെന്ന് കൂടി അറിയണ്ടേ. അതെ അതെ. അപ്പൊ നമുക്ക് നേരെ ഇനി മുന്നിലേക്ക് പോയിട്ട് വരാം. ലോക്കോമോട്ടീവ് ഇപ്പോൾ WDP 4D ആണ്. കണ്ടാ, ലോക്കോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൂണെന്നാണ് ഇത് ചേഞ്ച് ആക്കിയത്. ഇനിയിപ്പോൾ അവിടം വരെ ഇത് തന്നെ ആയിരിക്കും. നമ്മുടെ ട്രെയിൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ബോർഡും കൂടെ ഇത് ഇവിടെ വലിയതായിട്ടുണ്ട്. ലോക്കോന്റെ കാര്യം പറയുവാണെങ്കിൽ ശ്രീഗംഗാ നഗറിൽ നിന്ന് അഹമ്മദാബാദ് വരെ ഡീസൽ എഞ്ചിനിൽ തന്നെയാണ് നമ്മുടെ ട്രെയിൻ വന്നത്. അഹമ്മദാബാദിൽ നിന്ന് പൂനെ വരെ ഇലക്ട്രിക്കിലേക്ക് മാറി. പിന്നീട് വീണ്ടും പൂണെന്നാണ് ഈ ഒരു ഡീസലിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് തിരുച്ചിറപ്പള്ളി ഇതുവരെ ഇത് തന്നെ ആവാൻ തന്നെയാണ് ചാൻസ്. നല്ല വലിയ നെയിം ബോർഡ് പറഞ്ഞില്ലേ, നല്ല വലിയ എഴുത്തും കൂടെയാണ്. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച്, അതായത് ഇതിന്റെ മുന്നേയുള്ള 2 പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. നമ്മൾ B4 കോച്ചിലാണ് ട്രാവൽ ചെയ്യുന്നത്. നല്ല അനൗൺസ്മെന്റാ. കൊച്ചുവെള്ളി. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിൻ വന്ന പ്ലാറ്റ്ഫോം 3ാം നമ്പറാണ്. പിന്നെ ഈ ഒരു നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഹംസഫറിന് ഫുൾ AC ഹംസഫറാണ്. 16 കോച്ചസ് അതിനുള്ളത്, 3rd AC ആയിട്ട്. അതിൽ ഞങ്ങളിത് B4. അതുപോലെ ഇതിന്റെ ട്രെയിൻ നമ്പർ പറയുവാണെങ്കിൽ ഇതാണ് 22,497. അതാണ് നമ്മുടെ ശ്രീഗംഗാനഗർ തിരുച്ചിറപ്പള്ളി ഹംസഫറിന്റെ നമ്പർ. ഈ ഒരു ഹുബ്ബള്ളി SWR റെയിൽവേന്റെ ഒരു ആസ്ഥാനം കൂടിയാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം ഉള്ളത് ഈ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. SSS ഹുബ്ബള്ളി എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം നേരത്തെ കണ്ടിട്ടുണ്ടാവും. 1507 മീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്, അതായത് 1.5 കിലോമീറ്റർ. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങിയ 3ാം നമ്പർ പ്ലാറ്റ്ഫോം അല്ലാട്ടാ വരുന്നത്, 1ാണ് വരുന്നത്. ഹുബ്ബള്ളിയിൽ നിന്ന് 6:35 വണ്ടി എടുത്തത്. കർണാടകയിൽ ബാംഗ്ലൂർ കഴിഞ്ഞാലുടൻ ഏറ്റവും കൂടുതൽ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് ഹുബ്ബള്ളി. അതുപോലെ തന്നെ നല്ല വൃത്തിയേറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല വൃത്തിയാണ് റെയിൽവേ സ്റ്റേഷനിൽ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 1ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ അടിപൊളിയാ. അതാണ് 1ാം നമ്പർ പ്ലാറ്റ്ഫോം വരുന്നത്. ആ ഒരു ഭാഗം അതാണ് ലോങ്ങസ്റ്റ്. അതും ലോങ്ങസ്റ്റ് ആണ്. ഈ ഒരു ഭാഗം ലോങ്ങസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാല് ഇങ്ങ ഈ കാണുന്നതില്ലേ, അത് 2ാം നമ്പർ പ്ലാറ്റ്ഫോം അല്ല, അത് 8 വരുന്നത്. അതങ്ങനെയാ വരുന്നത്, 8. അതായത് ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്ന പ്ലാറ്റ്ഫോം 1ഉം 8ഉം ചേർന്നതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം കഴിഞ്ഞു കേട്ടോ. നമ്മുടേത് കഴിഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, അത് ഇനിയും ഉണ്ട്. അത്ര അതങ്ങുണ്ട്, കണ്ടാ ലൈറ്റ് അങ്ങ് കണ്ടാ, അങ്ങ് അവിടം വരെ ഉണ്ടത്. പ്ലാറ്റ്ഫോം ഏറെക്കുറെ കഴിഞ്ഞ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഹരിഹറാണ്. 130 കിലോമീറ്റർ ഉണ്ട് പോകാൻ. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇരുട്ടുണ്ടത്ര, 6:30 കഴിഞ്ഞാലും ഇരുട്ടുണ്ടത്ര. രാവിലെ അധികം ആൾക്കാരൊന്നും എഴുന്നേറ്റിട്ടൊന്നുമില്ല. എന്താ നേരത്തെ ഉറങ്ങി. അപ്പൊ നമുക്ക് പല്ല് കേൾക്കാം. ഇവിടെയൊക്കെ നല്ല വൃത്തിയൊക്കെയുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഈ ഹംസഫർ നല്ല വൃത്തിയുണ്ട് കേട്ടോ, എന്ന് പറയേണ്ട ഒരു കാര്യം. നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ഇരുട്ടുണ്ടത്ര. ഇത് മുഴുവൻ കൃഷിപ്പാടാണ്. ആ ഒരു ഭാഗത്തേക്ക് കരിമ്പുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അങ്ങ് ഏക്കർ കണക്കിനുണ്ട് ഈ ഒരു കൃഷി. ഹുബ്ബള്ളിയിൽ നിന്ന് വണ്ടി വിട്ടുവിടാൻ മനു അങ്ങ് മേലെ കയറി കിടന്നു. കാരണം ഞങ്ങൾക്കില്ലത് 2 അപ്പുറത്താണല്ലോ, അവരവിടെ കിടക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ AC കാര്യം പറയുകയാണെങ്കിൽ
നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ പുതക്കുന്നത് നമ്മൾ പുതക്കുന്ന ഈ പുതപ്പ് വെച്ചാണ്, പക്ഷേ രാത്രിക്ക് നല്ല തണുപ്പായതുകൊണ്ട് കമ്പിളി എടുത്ത് പുതച്ചാലെന്നായിരിക്കും, കാരണം നല്ല തണുപ്പാണ്. സമയം 8:30. ഹരിഹർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നവിയൊക്കെ ഇറങ്ങി വരുന്നതാ. എന്താല്ലേ നവി? നല്ല രീതി ഉറങ്ങി. ഞാൻ കിടന്നുറങ്ങി. പിന്നെ എന്താക്കണ്ട്, വണ്ടിയാണെങ്കിൽ ഒരേ പോക്കും, പിന്നെ നല്ല തണുപ്പുണ്ടായി. രാവിലെ നല്ല തണുപ്പുണ്ടായി, അതാണ് കിടന്നുറങ്ങിയത്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് തോന്നല്ലോ, ഇത് ഹരിഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ കാലിയാണ് ഇപ്പൊ ഈ സമയത്ത്, വണ്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം, ഇതാന്ന് തോന്നുന്നു അല്ലേ? അതെ, 1-ാം നമ്പർ പ്ലാറ്റ്ഫോം അതാ. കന്നഡയില് ഹരിഹരാണല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ്, കന്നഡയില് പേര് വരുമ്പോ അങ്ങനെയാണ്, ഹരിഹര അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ ഉണ്ടതാ ഈ സമയത്ത് കിട്ടൊരു ട്രെയിൻ വരണമായിരുന്നു, നല്ലൊരു ക്യാപ്ചർ എടുക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ദോശ ഇഡലി അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കുന്ന അല്ലേ? നമുക്ക് മറ്റേത് മേടിച്ചാ പോരെ. ഇന്നലെ രാവിലെ കഴിച്ചു, എനിക്ക് നല്ല രസമുണ്ട് അവല്. അത് നല്ല രസമുണ്ട്, അവൻ നല്ല രസമുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇഡലി തന്നെയായിരിക്കും. കാരണം ഞങ്ങൾ ഇപ്പൊ എന്താ പറയാ, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ദിവസങ്ങളെ യാത്ര ചെയ്യുന്നത്. ഇഡലി നമ്മളെ നാട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി. നോക്കാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്. എന്നാ വാങ്ങിച്ചാ പോയിട്ട് അവിടെ തന്നെ വാങ്ങിച്ചോ, കാരണം ഇതിന്റെ അകത്ത് വരുമൊന്നുമില്ല. അങ്ങ് പോയിടാ, അങ്ങ് പോയി എത്തി. ഈ നമ്മുടെ ട്രെയിനിന്റെ പേരും B4 എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് സിഗ്നലൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഹരിഹർ ഇവിടുന്ന് തന്നെ ഇഡ്ലി വട വാങ്ങിച്ചിരിക്കുകയാണ്. ഭാഗ്യത്തിന് കിട്ടി. ഇതിനിപ്പോ ബെർത്തിന്റെ അവിടെ കൊണ്ടുവച്ചോ നോവി. ഇത് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ 2 മിനിറ്റാണ് വണ്ടി എന്നത്. ഹരിഹർ HRR എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ കോഡ് വരുന്നത്. കർണാടകയിലത്തെ അടിപൊളി കൃഷിയുള്ള ഒരു ഭാഗത്തേക്കൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. സൂര്യനൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങി. പക്ഷെ എന്നാലും ഒരു തണുപ്പുണ്ട് അത്ര. അത് ഈ ഒരു കൃഷിയൊക്കെ ഉള്ളത് കൊണ്ടാവാം. ട്രെയിൻ ഇപ്പൊ ദാവൺഗരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. അടുത്തതാണ് ബിരൂർ സ്റ്റേഷൻ. അവിടത്തോട്ട് 100 കിലോമീറ്ററിന് മേലെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ വന്ന് നിർത്തിയതേ ഉള്ളൂ ഇപ്പോൾ ട്രെയിൻ. ഇനി അവിടുന്ന് വാങ്ങിച്ച ആ ഒരു ഇഡലി കഴിക്കാം. ഇതാണ് ഇഡലി. ഇതിന് 50 രൂപയാണ് ഒരു ഇഡലിക്കായത്. 2 പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കവറിങ്ങൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ദേ ഇഡലി 1, 2 ഇഡലിയും, പിന്നെ ഇത് ചട്നി, പിന്നെ ഒരു വടയും. ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ രാവിലെ ഇത് കഴിക്കാം. കുറേ നാളായി ഇഡ്ഡലി വടയൊക്കെ കഴിച്ചിട്ട്. നല്ല കിട്ടിലൻ ഇഡലിയും കിട്ടിലൻ ചമ്മന്തിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിയൊക്കെ കിട്ടില്ല, നല്ല എരിവൊക്കെ ഉണ്ട്. നിങ്ങൾ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ടാ 110 km/h തന്നെയാണ്. സ്ട്രെച്ച് ചെയ്ത് പോവുക ഒരു ട്രെയിനും. സമയം ഇപ്പൊ 10:10. ബിരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിരൂര് വണ്ടി ഇവിടെ തന്നെ നിൽക്കും, അധികം അങ്ങോട്ട് കയറില്ല. പിന്നെ പുറകിലാണല്ലോ നമ്മളിതുള്ളത്, തിരക്കേ ഇല്ല. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. കുറച്ച് ആൾക്കാരെ ഇറങ്ങാനുണ്ടായല്ലോ, പിന്നെ കയറാനൊന്നും ആൾക്കാർ ആരും തന്നെ ഇല്ല. ഇത് നമ്മളെ വണ്ടി. ഇനിയിപ്പം അടുത്തത് അർസിക്കരയല്ലേ? അതെ, അതുപോലെ തന്നെ ഈ ബീരൂർ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് വേറൊരു ലൈൻ പോകുന്നുണ്ട് നമ്മുടെ ശിവമോഗ തലകുപ്പയിലേക്ക്. ശിവമോഗയിലേക്ക് ഒരു 60 കിലോമീറ്റർ, തലകുപ്പയിലേക്ക് ഒരു 160 കിലോമീറ്റർ. ഇത് നിന്റെ ഇതിലൂടെ ഇപ്പൊ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ജനറേറ്റർ കാറിന്റെ ശബ്ദം ഇവിടം വരെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. താൽഗുപ്പ മൈസൂര് എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. താൽഗുപ്പ മൈസൂര് എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് നേരത്തെ കേട്ടില്ലേ? ആദ്യത്തെ ഇവിടത്തേക്ക് വരുന്നതാ. നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തു. അർസിക്കരെ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഇതാ കുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ നിർത്തി. ഇതെന്തിനെന്നറിയാം? നമ്മുടെ ട്രെയിനിൻ്റെ മുന്നിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അതായത് ധർവാഡിൽ നിന്ന് KSR ബംഗളൂരിലേക്കുള്ള സിദ്ധഗംഗ എക്സ്പ്രസ്.
ആ ട്രെയിൻ അടുത്ത സ്റ്റേഷനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടില്ലെന്ന്. പിന്നെ അതിന് ഓവർടേക്ക് ചെയ്ത് പോയിക്കൂടെ അല്ലേ? അത് സൂപ്പർ ഫാസ്റ്റ് ആണ്. പിന്നെ രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ പോകണ്ടല്ലോ, ബാംഗ്ലൂർ വരെ പോകേണ്ടതാണല്ലോ. മിക്കവാറും അതിന് ഓവർടേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അതെ അതെ. നമ്മളെ വണ്ടി ഇവിടെ പിടിച്ചിട്ടത് വേറൊന്നിനുമല്ല, ഈ ഒരു താൽഗുപ്പ മൈസൂർ എക്സ്പ്രസ് പോകാൻ വേണ്ടിയിട്ടാണ്. കെബുംബു എക്സ്പ്രസ്, അതിനെ കയറ്റി വിട്ടതാണ്. നമ്മളെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ വണ്ടീനെ മറ്റുള്ള വണ്ടികൾ ഓവർടേക്ക് ചെയ്യും. അതാണ് ഇതിനിവിടെ സ്റ്റോപ്പുണ്ട്. എന്തായാലും എത്ര അരമണിക്കൂറിന് മേലെ നമ്മുടെ വണ്ടി പീടിനെ നിർത്തിടാൻ തുടങ്ങിയിട്ട്. അല്ല ഇത് പിന്നെ SWRന്റെ വണ്ടിയാണല്ലോ, അതിനാണല്ലോ കൂടുതൽ എന്താ പറയാ ഒരു ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്ന് നിർത്തി, ഇനി ഇതിപ്പോൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. ഇല്ല, നമ്മളെ വണ്ടി തന്നെ ഇവിടുന്ന് എടുത്തു. അർസിക്കര ജംഗ്ഷൻ, ഇവിടെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഹംസഫർ എന്ന് എഴുതിയിട്ടുണ്ടാ, ഈ ഹംസഫറിന്റെ അർത്ഥം വരുന്നത് സഹയാത്രികൻ എന്നാണ്. ഒരു ഉറുദു വാക്കാണത്. അനൗൺസ്മെന്റ്. ഓ, ഇതിന്റെ അല്ല, വേറെന്റെയാ. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ഹസനിലേക്ക് ഒരു റൂട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വന്ന റൂട്ടുണ്ട്, അതിന് പുറമെ തന്നെ ഇപ്പൊ ബാംഗ്ലൂരിലോട്ട് ഒരു റൂട്ടുണ്ട്. ഇപ്പൊ 3 ലൈൻ വന്നല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആയത്. സമയം ഇപ്പൊ 11:38. ഇപ്പോഴാണ് വണ്ടി എടുത്തത്. നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ആണ്. അടുത്തത് തുംകൂരാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സ്റ്റോപ്പ് 98 കിലോമീറ്റർ ഉണ്ട്. അർസിക്കരെ. ഇപ്പൊ ഒരു ട്രെയിൻ വരും, യശ്വന്ത്പൂർ ശിവമൊഗ ടൗൺ ഇന്റർസിറ്റി എക്സ്പ്രസ്. അതിപ്പോ ഇവിടെ എത്തതാണ്. സമയം ഇപ്പോൾ 1:02. തുമക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇതേ എത്തിയിരിക്കുകയാണ്. തുമക്കൂര് ഇവിടെ എത്തിയിരിക്കുകയാണ്. അടുത്തതാണ് ബനസ്വാടി, അതായത് ബാംഗ്ലൂരിലേക്കൊക്കെ പോകണമെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലം അടുത്തതാണ്. ഇപ്പൊ തന്നെ വണ്ടി എടുക്കും. ഇനി ഈ ഒരു ട്രെയിനിലെ ആൾക്കാരില്ലേ കൂടുതലും ഇറങ്ങുന്നത് അടുത്ത സ്റ്റേഷനിൽ തന്നെയാണ്, അതായത് ബനസ്വാടി. അതായത് ബാംഗ്ലൂർ ഒരുപാട് ടിക്കറ്റുകളുണ്ട്. ഈ ബാംഗ്ലൂർ യശ്വന്തൂരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KSR ബംഗളൂരു എന്ന ട്രെയിൻ പോകുന്നില്ല. ബനസ്വാടിക്കും അത് കഴിഞ്ഞിട്ട് കൃഷ്ണരാജപുരം, ഈ 2 സ്റ്റേഷനിലാണ് പോകുന്നത്. ഒരുപാട് പേര് ഇറങ്ങാനുണ്ട് അവിടെ. എന്തായാലും ഇറങ്ങും കുറെ പേര്. ഇവിടെ ഇതിലത്തെ അറ്റൻഡർ വന്നിട്ട് ഇവരുടെ ഫീഡ്ബാക്ക് എഴുതി തരാൻ പറഞ്ഞു. എന്നാൽ പിന്നെ അത് എഴുതി കൊടുക്കുക. പാസഞ്ചർ നെയിം, ട്രെയിൻ നമ്പർ, ബർത്ത്, പിന്നെ PNR, പിന്നെ ഡേറ്റ് ഓഫ് ജേർണി, അതൊക്കെ എഴുതാൻ പറഞ്ഞു. ടെലിഫോൺ നമ്പർ ഇല്ല, അത് കൊടുക്കുന്നു വേണ്ട കേട്ടോ. ഇല്ല, ഫോൺ നമ്പർ കൊടുക്കുന്നില്ല. ഞാനിത് എഴുതാറില്ല, പക്ഷെ ഇതിൽ എഴുതാൻ കാരണം എന്താ അറിയാം, നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല സർവീസ് ആണ്. നല്ലൊരു കിടിലൻ ബ്യൂട്ടി. അതിലൂടെ റോഡ് പോകുന്നുണ്ട്. കണ്ട ആ റോഡ് കണ്ട. കർണാടകന്റെ RTCക്ക് ഇതാ. ട്രെയിൻ ഇപ്പൊ ചിക്കബണാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ട്രെയിനില്ലേ യശ്വന്ത്പൂരിലേക്ക് പോവില്ല. ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലെ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും വറച്ചിട്ടാണ് അവിടുന്ന് വീഡിയോ എടുത്തത്. ജാക്കറ്റ് ഇട്ടാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, എന്താ പറയാ, കുളിക്കാൻ പോലും പറ്റൂല. അതുമാതിരി തണുപ്പാണ്. ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലത്തെ കാലാവസ്ഥയും ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണല്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 45 മിനിറ്റിന് മുകളിലാണ് നിർത്തിയത്. വണ്ടി അപ്പോൾ ഡിലേ ആയി. ഇപ്പോൾ ഇവിടുന്ന് എടുത്തു.
ട്രെയിൻ ഇപ്പോൾ ബനസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1:35 എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ 3:20 1 മണിക്കൂർ 40 മിനിറ്റിൻ്റെ അടുത്ത് വണ്ടി ഡിലേ ആണ്. ബനസ്വാടി നേരത്തെ അവിടെ തന്നെ എത്ര നേരം നിർത്തിയതെന്ന് അറിയോ? നിർത്തിയില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടാവും, അത് വേറെ കാര്യം. ഇപ്പം ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ട്രെയിനിലത്തെ 70% ആൾക്കാർ ഇറങ്ങും. വണ്ടിയിൽ ഇപ്പോൾ ഇവിടുന്ന് മൊത്തം കാലിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് കൃഷ്ണരാജപുരമാണ്, KR-പുരമാണ്. അവിടെ ബാംഗ്ലൂരേക്ക് പോകേണ്ടവർ അവിടെ ഇറങ്ങും തോന്നില്ല. കൂടുതൽ ആൾക്കാർ ഇവിടെ തന്നെ ഇറങ്ങി. ആദ്യം എത്തിയ സ്റ്റേഷൻ തന്നെ കൂടുതൽ പേര് ഇറങ്ങി. പക്ഷെ ബനാസ്വാടിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ മെട്രോ സംവിധാനമൊക്കെ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. സ്വാമി വിവേകാനന്ദ റോഡിലേക്കാണ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. 2 കിലോമീറ്റർ പോകാനുണ്ട്. എനിക്കൊന്നും പറഞ്ഞാൽ കൃഷ്ണരാജപുരത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ബനാസ്വാടി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ SMVT റെയിൽവേ സ്റ്റേഷൻ എത്തും. ഈ 2 റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു കണക്ടിവിറ്റി ഇല്ല. മെയിനായിട്ട് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തു പറയാം മെട്രോ സംവിധാനം കുറച്ച് ദൂരമുണ്ട് മെട്രോ സ്റ്റേഷൻ ഈ 2 റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നും. തന്നെ നമ്മളിപ്പോൾ SMVT എത്തും. ബനസ്വാടിയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബംഗളൂരു മെട്രോ മെട്രോൻ്റെ ഒരു കണക്ടിവിറ്റി 2 റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായല്ലേ. വേണമായിരുന്നു. വളഞ്ഞ വണ്ടി വരുന്നത്. ഇതാണ് SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷനാണിത്. AC റെയിൽവേ സ്റ്റേഷൻ. AC റെയിൽവേ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാറ്റ്ഫോമുകളല്ല, അതിൻ്റെ ആ ഒരു കയറി വരുന്ന ആ ഒരു ഭാഗം മാത്രം. എയർപോർട്ടിനെ പോലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. നല്ല കാറ്റുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിങ്ങനെ വളഞ്ഞ പോകുന്നുണ്ടോ? ട്രെയിൻ ഇപ്പോൾ കൃഷ്ണരാജപുരത്തെത്തി, അതായത് KR-പുരം. ഇവിടെ 1:50 ട്രെയിനാണ്. ഇപ്പം 4 മണിയായി. 2 മണിക്കൂറിന് മുകളിൽ ട്രെയിൻ ഡിലേ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അടുത്ത സ്റ്റോപ്പിനുള്ളത് ബംഗാരപ്പേട്ടാണ്. നമ്മുടെ ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളാണ് കണ്ടേ. എന്താ മൊത്തം വേക്കൻ്റാണ്. ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും പോയിരിക്കുക. മൊത്തത്തിൽ കാലിയായി. KR-പുരത്തെ തിരക്ക് കണ്ടോ? അതാ എന്താ തിരക്ക്. കൃഷ്ണരാജപുരം. ഇനിയിപ്പോൾ ട്രെയിൻ സ്പീഡ് എടുത്തോളും, കാരണം ഇത്ര നേരം വളരെ പതിയാണ് വന്നത് വണ്ടി. ഈ KR-പുരത്ത് നിന്ന് ഞാനിപ്പോൾ വണ്ടി കാലിയായ കാര്യം പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് ഞാൻ നേരത്തെ കറണ്ട് അവൈലബിലിറ്റി നോക്കണ്ടായി. 255 വേക്കൻറ്റ് ബെർത്തുകളാണ് ഇതിലുള്ളത്. അതൊന്നും അധികാരം എടുക്കുമെന്നില്ല ട്രിച്ചിലേക്ക്. അതുപോലെ തന്നെ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചത് ഈ ഒരു കേക്കും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക മിൽക്ക് ഷേക്കുമാണ്. കാരണം ഇവിടെ ഇതിൽ വെജ് ബിരിയാണിയും അതുപോലെ തന്നെ വെജ് മീലൊക്കെ ഒഴിവാക്കാമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ നമുക്ക് സേലത്തെത്തിയ ശേഷം നമുക്ക് നോൺ വെജ് ഫുഡ് വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് ബനാസ്വാടിയിലും കൃഷ്ണരാജപുരത്തുനിന്ന് മനു പുറത്തിറങ്ങാൻ വേണ്ടി അല്ലല്ല അതിന്റെ കാര്യം പറയുമ്പോൾ തിരക്കാണ്. ഞാൻ പറഞ്ഞില്ല ഈ വണ്ടി മൊത്തം കാലം ഇന്നത്തെ ആൾക്കാർ ഈ 2 റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ട്രെയിനിന്റെ നിലവിലത്തെ സ്പീഡ് 100 തന്നെയാണ് പോകുന്നത്. 100, 102, 101 അതിൽ തന്നെ. ബംഗാരപ്പേട്ട എത്താനായിട്ടില്ല, കുറച്ചുകൂടെ പോകാനുണ്ട്. ഹംസഫർ എക്സ്പ്രസ് ഇല്ല ഈ ഒരു ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു വണ്ടി, ഇതിൻ്റെ സ്പീഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത്. ആകെ ശരിക്കും പറഞ്ഞാൽ ഉരുട്ടിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നെയാണ്. അതിലാണ് ഡിലേ ആയത്. ബംഗാരപ്പേട്ട് സമയം ഇപ്പം 4:45. ഇനി നമുക്ക് ഈ ഒരു തിരുച്ചിറപ്പള്ളി ഹംസഫറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ശ്രീഗംഗാനഗറിനും തിരുച്ചിറപ്പള്ളിക്കും ഇടയിൽ ഈ ട്രെയിന് 37 സ്റ്റോപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ പറയുകയാണെങ്കിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തമിഴ്നാട്. അപ്പം അതിനിടയിൽ ആന്ധ്ര വന്നത് വേറൊന്നും കൊണ്ടല്ല,
ഈ ബംഗാരപ്പെട്ട് കഴിഞ്ഞാണ് കുപ്പം വരുന്നത്. കുപ്പം വഴിയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത്. അതായത് ചെറുതായിട്ടേ കയറുന്നുള്ളൂ. പക്ഷേ സ്റ്റേഷൻ കടന്നു പോകുന്നതാണ് നമുക്ക് ആ സ്റ്റേറ്റിന് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. പക്ഷേ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് തമിഴ്നാട് സേലത്താണ്. 188 കിലോമീറ്റർ പോകാനുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഹംസഫറിനെ കുറിച്ചിട്ടും ഹംസഫർ എന്ന ഒരു ട്രെയിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ ഒന്നാമത്തെ പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ട്രെയിനിലത്തെ 3-ാമത്തെ ദിവസമാണ്. വൃത്തി കണ്ട, അതായത് ഈ ഒരു ഹംസഫറിന് നല്ല വൃത്തിയാണ് കേട്ടോ. അതിന്റെ കാര്യത്തിൽ 100. അതാണ് നേരത്തെ അറ്റൻഡറൊക്കെ വന്നപ്പോൾ എഴുതി കൊടുക്കാനുള്ള മെയിൻ റീസൺ. അതെ, നമ്മുടെ അറ്റൻഡർ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് എല്ലാം നല്ല രീതിയിൽ തന്നെ. ദീർഘദൂര ട്രെയിനാണ്. ഞാൻ ഈ പറഞ്ഞ ടോയ്ലറ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. യാത്ര ചെയ്തൊക്കെ അറിയാം. ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആണ് 2ാം ദിവസം. പക്ഷെ എല്ലാം പക്കയായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അടിപൊളി, നല്ല വൃത്തിയാണ് ഈ ഒരു വണ്ടിയിൽ. ഇതിന്റെ ഇവിടെ ആയാലും എല്ലാം അല്ലേ. അതെ, എന്റെ പൊന്നു, ഒരു കുടുംബം മുഴുവനുണ്ടല്ലോ ഇവിടെ. ഇത് എന്റെ പൊന്നു, എന്താ ഇത്? അയ്യോ, ബംഗാരപ്പേട്ട് കർണാടകയിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പ് ഇനി തമിഴ്നാട് സേലം. ആന്ധ്രാപ്രദേശിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. കുപ്പം റെയിൽവേ സ്റ്റേഷൻ ഇപ്പം ക്രോസ് ചെയ്യും. സ്പീഡ് ഇതാണ് കുപ്പം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. km/h. ഡോറിന്റെ അടുത്തേക്ക് പോകാൻ എന്താണ് നല്ല സ്പീഡിന്റെ വണ്ടി. അങ്ങ് അവിടെ വലിയ മലനിരകൾ കാണുന്നില്ലേ? അതാ ഒരു ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെ മലനിരകളാണ്. ട്രെയിൻ ഇപ്പോൾ ജോളാർപേട്ട ബൈപ്പാസ് ക്യാബിനിലേക്ക് എത്തുകയാണ്. കുറച്ച് പോയാലായി. പിന്നെ നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുന്ന ആ ഒരു മെയിൻ ലൈനിലോട്ട് കയറും. ബൈപ്പാസ് ക്യാബിൻ എത്താനായി. ചെറിയ രീതിയിലുള്ള കർവുകളൊക്കെ ഉണ്ടാവും. ആ മല ഇവിടുന്ന് കറക്റ്റ് കാണാം. ഈ കാണുന്നില്ലേ, ഇത് രണ്ടും പനയാണ്. പന. ഒരു പശു ഇങ്ങോട്ട് നോക്കുന്ന. ഈ കാണുന്ന ലൈനില്ലേ, നമ്മളെ ബാംഗ്ലൂർ ചെന്നൈ വന്ദേ ഭാരതൊക്കെ പോവുക ഇതുവഴിയാണ്. ബാംഗ്ലൂർ നേരെ ചെന്നൈയിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളും ഇതുവഴിയാണ് പോവുക. ഈ ലൈനില്ലേ, ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന ലൈനാണ്. ചെന്നൈയിൽ നിന്ന് കാട്ട്പാടി വഴി വരുന്ന ലൈനാണ്. ആ ഒരു ലൈനിലേക്ക് നമ്മളിതാ കയറുകയാണ്. ഇതിലൂടെ ഒരു റോഡും പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേലെ കൂടെ നമ്മൾ ഈ ഒരു മെയിൻ ലൈനിലേക്ക് കയറുകയാണല്ലോ. ഇപ്പം നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു വണ്ടി വെയിറ്റിങ്ങില്ല. കാരണം ഇതിലൂടെ കടന്നു പോകണമല്ലോ. എറണാകുളം ബിലാസ്പൂർ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് അത് അവിടെ വെയിറ്റിങ്ങില്ല. എറണാകുളം ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ്. സമയം ഇപ്പോൾ 7:12 സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ. സേലം ജംഗ്ഷൻ.
ഭാഗ്യം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വന്നത്. ഇപ്പോൾ 7:13 ഇവിടെ ഉണ്ടാവും ബിരിയാണി ഒക്കെ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. എന്നാ പിന്നെ എവിടുന്ന് വാങ്ങിക്കാം? ചിക്കൻ ബിരിയാണി 100 രൂപയല്ലേ? 100 രൂപ. അപ്പോൾ നല്ല ചൂടുണ്ട്. സേലത്ത് നമ്മുടെ ട്രെയിൻ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് നാമക്കൽ കരൂർ റൂട്ടിലാണ്. അതുപോലെ തന്നെ സേലം വലിയൊരു റെയിൽവേ ജംഗ്ഷനാണ്. ഒരുപാട് റൂട്ടുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഒന്ന് നമ്മൾ വന്ന ജോളാർപേട്ട റൂട്ട്, ഇനി മറ്റൊരു റൂട്ട് വരുന്നത് കോയമ്പത്തൂരൊക്കെ പോകുന്ന റൂട്ട്, നമ്മൾ പോകുന്ന കരൂർ റൂട്ട്, മറ്റൊന്ന് വൃദ്ധാചലം റൂട്ട്, ഒസൂർ റൂട്ട്, പിന്നെ ഒന്ന് മേട്ടൂർ ഡാം റൂട്ട്. അങ്ങനെ 6 റൂട്ടുകൾ സേലം ജംഗ്ഷനിൽ നിന്ന് വരുന്നുണ്ട്. സേലത്ത് നിന്ന് വാങ്ങിച്ച ബിരിയാണി എന്നാൽ പിന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ, കാരണം ഇതിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത് ഇതിൻ്റെ അവിടെയാണ്. അവിടെ വെച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതിനെക്കാട്ടും നല്ലത് ഇവിടെ ഒരു സൈഡ് അപ്പർ ഉണ്ട്, അത് വേക്കൻ്റ് ആണ്. അവിടെ ഫസ്റ്റ് തന്നെ ഒരു പത്രം വിരിച്ചു, കാരണം നമുക്ക് ബർത്തൊക്കെ നല്ല രീതിയിൽ വെക്കണമല്ലോ. ഈ ഒരു ബിരിയാണിക്ക് എത്ര രൂപ? 100 രൂപയാണായത്. പിന്നെ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ സേലത്തായാലും കോയമ്പത്തൂരായാലും ട്രിച്ചി എല്ലാം ചെന്നൈയിലടക്കം 100 രൂപയ്ക്ക് തന്നെ ബിരിയാണി കിട്ടുന്നത്. പിന്നെ അത് 350 ഗ്രാമാണ്. അതിലൊക്കെ എഴുതിയിട്ടുണ്ട് 350 ഗ്രാം എന്നൊക്കെ. മറ്റേ ഇപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ടൈപ്പാണ്. യെസ്, രക്ഷപ്പെട്ടു. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കഴിക്കുന്നത് അറിയോ? നമ്മളൊരു നോർത്ത് ഇന്ത്യ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ഞങ്ങൾ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റം അധികം കഴിക്കില്ല, കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. ഫുഡ് പോയിസൺ ഒക്കെ വരുന്ന കരുതിയിട്ട് ട്രെയിനിൽ പോലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പണി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ കഴിക്കുന്നല്ലേ അല്ലേ? അതെ, നല്ല ഫ്രൈ ചെയ്ത നല്ല. നവീന് വലിയ പീസ്, എനിക്ക് ചെറിയ പീസ്. എക്സ്ചേഞ്ച് ഉണ്ടോ? ഇല്ല, മൂത്ത ആൾക്ക്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. ട്രെയിൻ ഇപ്പൊ നാമക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ ഹോൾട്ട്. ട്രിച്ചി എത്തുന്നതിന് മുന്നേ ഇനി ഒരു സ്റ്റേഷനും കൂടി ഉണ്ട്, കരൂർ. അടുത്തത് കരൂറാണ്. സമയം ഇപ്പോൾ 8:58. കരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരൂർ ട്രിച്ചി എത്തുന്നതിന് മുന്നേ ഉള്ള അവസാന സ്റ്റോപ്പ്. സ്റ്റേഷനിൽ നിന്ന് ആരുമില്ല. പിന്നെ ഇവിടുന്ന് ആരും കയറൂല, ഇറങ്ങാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. സ്റ്റേഷനൊക്കെ ടോട്ടലി കാമായിട്ടുള്ളത്. എന്താ കരൂർ ജംഗ്ഷൻ. ആ പുറകിലുള്ള ജനറേറ്റർ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? ഇവിടെ 3 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. ഇനി അടുത്ത ട്രിച്ചി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 78 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ ഏകദേശം. വണ്ടി എത്തേണ്ട ഒരു 10 മണി സമയത്താണ്. 10:15. വലിയ ലേറ്റ് ഒന്നുമില്ലല്ലോ. നേരത്തെ 2 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണരാജപുരത്ത് നിന്ന്. പക്ഷെ ഇപ്പോൾ അതൊരു അരമണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഒരുപാട് സ്ലാക്ക് ടൈം ഈ ട്രെയിൻ ഉണ്ട്. അതെ, സ്ലാക്ക് ടൈം ഒരുപാടുണ്ട്. ഈ ഒരു തമിഴ്നാടിനില്ലേ എത്ര ഹംസഫറുകളാണ് ഉള്ളതല്ലേ നവി? അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ഹംസഫർ ആകെ 2 ഉള്ളൂ. പറഞ്ഞാല് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് SMVT ബംഗളൂരിലേക്ക് പോകുന്ന ഒരു ഹംസഫർ, പിന്നെ ഒന്നുള്ളത് തിരുനെൽവേലിയിലേക്ക് ഗാന്ധിധാമിലേക്ക് പോകുന്നത്. അത് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തമിഴ്നാടെന്ന് വെച്ച് നോക്കി, തമിഴ്നാട്ടിൽ തന്നെ ഈ തിരുനെൽവേലി ഹംസഫർ അതൊന്നുണ്ട്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശ്രീഗംഗാനഗർ ഹംസഫർ, പിന്നെ എന്ന് പറഞ്ഞാൽ ഭാഗത്തി കൊത്തി തിരുച്ചിറപ്പള്ളി ഹംസഫർ, ചെന്നൈ അഹമ്മദാബാദ് ഹംസഫർ, അങ്ങനെ തന്നെ എത്രയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിയുടെ SMVT ഹംസഫർ, അതും തമിഴ്നാട് വഴി തന്നെയാ പോകുന്നത്. എനിക്കൊന്ന് നമ്മുടെ കേരളത്തില് ഹംസഫറുകൾ ഇനിയും വേണമെന്നാണ് തോന്നുന്നത്. ഒരു ലോങ്ങസ്റ്റിലായിട്ട് എന്തായാലും വേണം. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ നിന്നും 3105 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:13. ഇവിടെ 10:10 എത്തേണ്ടത്. വെറും 3 മിനിറ്റ് മാത്രം ഡിലേ. അത് പ്രശ്നമില്ല. അതിപ്പോൾ ഔട്ടറിൽ കുറേ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ TPJ. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിയത്. ഒരു ദീർഘമായ യാത്രയ്ക്ക് അവസാനമായിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ദിവസം ട്രാവൽ ചെയ്ത കോച്ച് ഇതാണ്. ഇപ്പോൾ ഹംസഫറിനോടൊക്കെ യാത്ര പറഞ്ഞ് നമുക്കെന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. നല്ല കിടിലം വണ്ടി, കിടിലം സർവീസ്. ഒരു ദീർഘമായ യാത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്.
ശ്രീഗംഗാനഗർ, തിരുച്ചിറപ്പള്ളി, ഹംസഫർ. അങ്ങനെ ഫൈനലി തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഐ ലവ് ട്രിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് തുടങ്ങിയ ഒരു ദീർഘമായ യാത്ര തമിഴ്നാട് എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് യാത്ര ആരംഭിച്ചത്, അതായത് മൂന്നാമത്തെ ദിവസം ആരംഭിച്ചത് കർണാടകയിലെ ഹുബളിയിൽ വെച്ചായിരുന്നു. ഇവിടെ തിരുച്ചിറപ്പള്ളി വരെ ഇന്ന് 887 കിലോമീറ്റർ ആണ് നമ്മൾ സഞ്ചരിച്ചത്. എന്താ പറയാ, തിങ്കളാഴ്ചയാണ് ശ്രീഗംഗാനഗറിൽ നിന്ന് കയറിയത്, ബുധനാഴ്ച ഇവിടെ എത്തി. അതുപോലെ തന്നെ പറയാൻ നേരത്തെ ഹംസഫറുകളുടെ കാര്യം, തമിഴ്നാട്ടിലെ ഹംസഫറുടെ കാര്യം പറയുമ്പോൾ ഒരു ഹംസഫർ വിട്ടുപോയി. രാമേശ്വരം ഫിറോസ്പൂർ കണ്ടോൺമെന്റിൽ പോകുന്ന ഹംസഫർ, തമിഴ്നാട് തന്നെ ഒരുപാട് ഹംസഫറുകൾ ഉണ്ട്. അപ്പം തിരുച്ചിറപ്പള്ളി എത്തിയ സമയത്ത് ഈ ദീർഘമായ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. അടിപൊളി ട്രെയിനാണ് കേട്ടോ, നല്ല വൃത്തിയാണ്, നല്ല സ്പീഡാണ്, എന്തുകൊണ്ട് അടിപൊളിയാണ്. അതായത് മെയിനായിട്ട് നഗരങ്ങളിലെല്ലാം ഈ ട്രെയിൻ പോകുന്നുണ്ട് എന്നാണ് മറ്റൊരു കാര്യം. അതെ അതെ. അപ്പം എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ബൈ ബൈ.